Hello guys, welcome back to another video. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് വ്ലോഗ് പോലെയാണ്. നമ്മുടെ സ്റ്റോറിൻ്റെ പുതിയ അപ്ഡേറ്റ്സിലൊക്കെ നിങ്ങളോട് എത്തിക്കാനായിരുന്നു ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു വീക്കെൻഡ്, ഗെയിമിംഗ് വീക്കെൻഡ്, നിങ്ങൾ പലരും ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടാവും. ഗെയിമിംഗ് വീക്കെൻഡ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നമ്മൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗൈസ് നമ്മുടെ പുതിയ സ്റ്റോറല്ല, ഇത് നമ്മുടെ പഴയ സ്റ്റോർ തന്നെയാണ്. 5 വർഷമായിട്ടുള്ള സ്റ്റോറാണ്, പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ വരുമ്പോൾ തന്നെ നമ്മുടെ ലോജിടെക്കിൻ്റെ കൗണ്ടറാണ് ഇവിടെ വരുന്നത്. ലോജിടെക്കിൻ്റെ കുറച്ചധികം എക്സ്ക്ലൂസീവ് പ്രോഡക്ട്സുകൾ ഇവിടെ നമ്മളിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ടോപ്പ് ഓഫ് ദ ലൈൻ ഒരു സാധനമാണ് ലോജിടെക്കിൻ്റെ GeekBoZ സൂപ്പർ ലൈറ്റ് എന്ന് പറയുന്ന ഒരു മൗസ്. 10-12,000 രൂപ 13,000 രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ. അപ്പം എന്നിരുന്നാലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള പ്ലെയേഴ്സ്, സ്പോർട്സ് പ്ലെയേഴ്സൊക്കെ കളിക്കുന്നൊരു മൗസാണ്. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ലോജിടെക്കിൻ്റെ എന്തെങ്കിലും ഗിയേഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് ഈ ഒരു കൗണ്ടർ. ഇവിടെ പിന്നെ ഹെഡ്സെറ്റ് നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിംഗ്, ഹിപ്പുവിനെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കില്ല. അപ്പം ഹിപ്പു ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റാണ് G733. ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതും ഒരു വെറൈറ്റി കളറാണ്. ഈ ഒരു പർപ്പിൾ കളർ ഓഫ് ഒരു വെറൈറ്റി കളർ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഒരു സ്ട്രീമർ ഇപ്പം ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്ട്രീം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ GTA 5 ഒക്കെ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് C922ൻ്റെ ഒരു വെബ് ക്യാം. ഈ വെബ് ക്യാമിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ ട്രൈപോഡും കൂടെ വരുന്നുണ്ട്. കിഡിലൻ ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട. നമ്മുടെ സ്ട്രീം പോലെയല്ല, നമ്മുടെ ഒരു 1500-1800 രൂപയുടെ ഏറ്റവും ബഡ്ജറ്റ് ഒരു ക്യാമറ ആയിരുന്നു ഫിംഗേഴ്സിൻ്റെ, അതായിരുന്നു യൂസ് ചെയ്യുക. അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിയെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ പ്രൊഫഷണൽ കരിയറായിട്ട് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ലോജിടെക്കിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ കീബോർഡ് കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയുന്നില്ല, അത് എക്സ്പെൻസീവ് ആയിട്ടുള്ളതുകൊണ്ട് ബഡ്ജറ്റ് റേഞ്ചും ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി സാധനമുണ്ട് കേട്ടോ. പിന്നെ ഇത് പറയുമ്പോൾ ചിലർ പറയും ബ്രോ ഇതെന്താണ് ഒരുമാതിരി കളിപ്പാട്ടം പോലെയൊക്കെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു സെറ്റപ്പ് പോലെ, അതായത് നിങ്ങളുടെ ഒരു ഗെയിമിംഗ് PC സെറ്റപ്പോ അല്ലെങ്കിൽ സ്ട്രീമിംഗ് സെറ്റപ്പോ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്കറിയാമല്ലോ ഹയർ എൻഡ് നമ്മളൊക്കെ സെറ്റപ്പ് ബിൽഡ് ചെയ്യുന്നവരുണ്ട്. അതിൽ യെല്ലോ ആൻഡ് ബ്ലാക്ക് തീമിൽ എടുത്തു നിൽക്കുന്ന വയർലെസ് കീബോർഡാണ് നമ്മുടെ പോപ്പ് കീസ് എന്ന് പറയുന്നത്, ലോജിടെക്കിൻ്റെ പോപ്പ് കീസ്. ഇതിൽ ഈ ഇമോജീസ് സെറ്റപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ സ്ട്രീമിംഗ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലെ മൾട്ടിപ്പിൾ കീ സ്വിച്ചസ് നിങ്ങൾക്ക് ഇത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഏതാണ് ഷോർട്ട് കട്ട് കീസൊക്കെ ഇതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ്സ് ആയിട്ട് G435 കൂടുതൽ ഡിമാൻഡ് ഉള്ളൊരു മോഡലാണ് ഈ ഒരു മോഡൽ. ഇത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് ലോജിടെക്കിൻ്റെ. ഒരു 6,000 രൂപ 5,500-6,000 രൂപ റേഞ്ചിനകത്ത് വില വരുന്ന ഒരു ഹെഡ്സെറ്റാണ്. അതിൻ്റെ തന്നെ കോംബോ കിറ്റായിട്ട് മൗസും ഇതുപോലെ തന്നെ എന്താ പറയുക ഹെഡ്സെറ്റും കൂടെ വരുന്നൊരു കോംബോ ആണിത്. ഇത് നമ്മൾ ഇൻഡിവിജ്വലി വാങ്ങുന്നതിനേക്കാൾ ഒരു 1,000 റുപ്പീസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുള്ള മോഡൽസ് തന്നെയാണ്. പിന്നെ പുതിയതായിട്ട് വന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ലോജിടെക്കിന് ഇപ്പോൾ ലോഞ്ച് ചെയ്തൊരു മോഡലാണ് G331. നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ ലോജിടെക്കിൻ്റെ ഗിയേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ ഇതിപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഞാൻ അതാണ് ഇത് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഈ ബോക്സ് വാങ്ങണമെന്നല്ല, ഏതൊരു കാര്യം നിങ്ങൾ നോക്കുമ്പോഴേ ഹെഡ്സെറ്റ്, കീബോർഡ്, മൗസ് എന്ത് സംഭവം ആയിക്കോട്ടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തെടുക്കുക. അതിനുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കേബിൾസ്, ഇതിന് അറിയാമല്ലോ, നിങ്ങൾ പല ബിൽഡുകളും വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കേബിൾ മോഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ മൗസസ് നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള 203, 402 ഇത് അവൈലബിൾ ആണ്. 502 ഉണ്ട്, 502X ഉണ്ട്. പിന്നെ 502Xൻ്റെ തന്നെ പല വേരിയൻസ് ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ സോവിയുടെ ആണ് കേട്ടോ, സോവിയുടെ ക്യാമേഡ്. ഇതൊക്കെ യൂസ് ഉള്ള ആൾക്കാർക്ക്, സ്പോർട്സ് പ്ലെയേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ്. സാധാരണ നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സംഭവമല്ല. പിന്നെ എന്നിരുന്നാലും ഇതിലൊക്കെ നിങ്ങൾക്കും അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് ഗിയേഴ്സിൽ ലോജിടെക് G വളരെയധികം ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത കൗണ്ടർ എന്ന് പറയുന്നത് വി ആർ ദ മെയിൻ. അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രൊസസ്സേഴ്സ് എല്ലാം ലൈനപ്പ് നമ്മുടെ അവൈലബിൾ ആണ്. Ryzen 9, അതേപോലെ തന്നെ 7000 സീരീസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ 5000 സീരീസ് ഉണ്ട്. ഗ്രാഫിക്സ് കാർഡ്സ് 6500 AMDയുടെ കോംബോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് AMDയുടെ കോംബോ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ NVIDIA ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ 3050, 3060, അതേപോലെ 4070 Ti, 4090 വരെയുള്ള എല്ലാ കാർഡ്സും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നതാണ്. ബോർഡുകൾ വരുമ്പോൾ പല വ്ലോഗുകളിലും പല വീഡിയോസിലും ഞാൻ നിങ്ങളുടെ പറയാറുണ്ട്, ഗൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ MSIയുടെ ഇന്ന മോഡൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ പ്രോ വിഡിച്ച് വൈഫൈ ഒക്കെ ഞാൻ സത്യം പറഞ്ഞാൽ കംപ്ലയിൻറ്റ് റേഷ്യൂസിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പ്രോ വിഡിച്ച് വൈഫൈ, പിന്നെ ജിഗാബൈറ്റിൻ്റെ കുറച്ച് DS3H, അതേപോലെ തന്നെ നമ്മുടെ അസൂസിൻ്റെ തന്നെ ബഡ്ജറ്റ് റേഞ്ച് 320, ആ സീരീസിലൊക്കെ കുറച്ച് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന സമയത്ത് ബോർഡിൻ്റെ ക്വാളിറ്റി മസ്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ
പ്രൈസ് അല്ല അവിടെ ഫാക്ടർ നോക്കേണ്ടത്, ബോർഡിൻ്റെ ക്വാളിറ്റി. ഇല്ലെങ്കിൽ ഇൻ ലോങ് ടേം, അതായത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു 6 മാസം 8 മാസമൊക്കെ വരുമ്പോൾ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. ആ കംപ്ലയിൻറ്റ് കാരണം നിങ്ങളുടെ വർക്കുകൾ ഡിലേ ആവാനും ചാൻസ് ഉണ്ട്. ബോർഡ് എടുക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന അസൂസിൻ്റെ റോക്ക് സ്ട്രിക്സ് ടഫ്, അല്ലെങ്കിൽ അതാ നമ്മുടെ ആസ്ട്രോക്കിൻ്റെ ബോർഡുകളെല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ മോഡൽസാണ്. MSIയുടെ ഉണ്ട്, MSIയുടെ ഗെയിമിംഗ് പ്ലസ്, ടോമഹോക്ക്, ഇതെല്ലാം നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ്. പിന്നെ ഇതെല്ലാം ബിൽഡിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. 4070 Ti ഇത് രണ്ടും ബിൽഡിന് വേണ്ടിയാണ്. അപ്പോൾ ബിൽഡിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മുടെ ആഷിക്ക് ഇരിപ്പുണ്ട്. ആഷിക്ക് ഇവിടെ കൺസൾട്ടേഷൻ ഏരിയ ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് G29 ലോജിടെക്കിൻ്റെ തന്നെ G29 എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിയറിംഗ് സെറ്റപ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമർ ലോഞ്ച് നിങ്ങൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ കസ്റ്റമർ ലോഞ്ച് ഏരിയ ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വന്ന് ഇവിടുന്ന് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. ചെറിയൊരു കൂൾ ബാർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂൾ ബാർ എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല, നിങ്ങൾക്ക് കോക്കാരും പെപ്സി, കോക്ക് ഇതെല്ലാം അവൈലബിൾ ആയിട്ട് നമ്മളൊരു ചെറിയൊരു മിനി കൂൾ ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ കുടിക്കാം. പക്ഷേ ഞാൻ ഇതൊന്നും പ്രിഫർ ചെയ്യുന്നില്ല, വെള്ളം കുടിക്കുക, അതായിരിക്കും നല്ലത് കേട്ടോ. ഹെൽത്തിന് നല്ല സാധനം അതാണ്. പിന്നെ വാങ്ങിച്ചില്ല എന്ന് പറയരുത് എന്താ ഗൈസ്. അപ്പോൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതായത് നിങ്ങൾ ഒരു PC ഒക്കെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ സമയം ഗെയിം കളിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു വളരെയധികം ടിപ്പാണ്. 5 വർഷം ഞാൻ ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ടിപ്പ് പറഞ്ഞു തരുന്നത്. വേറൊന്നുമല്ല, നിങ്ങൾ എപ്പോഴും ഒരു ഗെയിമിംഗ് ചെയർ വാങ്ങരുത്. ഗെയിമിംഗ് ചെയർ വാങ്ങരുത് എന്ന് പറയാൻ കാരണം, പല ഗെയിമിംഗ് ചെയേഴ്സും ഒരു ഗിമിക്കാണ്. ഗിമിക്ക് എന്ന് പറയുമ്പോൾ അത് ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ ഞാൻ പല ഗെയിമിംഗ് ചെയേഴ്സ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹാർഡ് കോർ ഗെയിമറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസ് റിലേറ്റഡ് വർക്കൊക്കെ ആണ്, നിങ്ങൾക്ക് നട്ടലിനൊക്കെ പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചെയർ പ്രിഫർ ചെയ്യാം. പക്ഷേ എടുക്കുന്ന ചെയർ ബോട്ടം ഹാർഡായി പോകരുത്. അതുകൊണ്ട് തന്നെ കൂളർ മാസ്റ്ററിന്റെ കാലിബർ R2 എന്ന് പറയുന്ന ഒരു ചെയർ ഉണ്ട്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ക്ലാസ് ചെയേഴ്സ് ആണ്. പക്ഷേ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. പിന്നെ നിങ്ങൾ സ്പോർട്സിലാണ്, നിങ്ങൾക്ക് കാണാനൊക്കെ ഒരു ലുക്ക് വേണമെങ്കിൽ ഗെയിമിംഗ് ചെയർ എടുക്കാം. അല്ലെങ്കിൽ ആഷിക്ക് ഉപയോഗിക്കുന്ന ചെയർ ഉണ്ട്. 3500 രൂപ റേഞ്ചിനെ ഈ ഒരു ചെയർ വരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയുണ്ട് ആഷിക്ക്? എക്സ്പീരിയൻസ് ആഷിക്കിന്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയുണ്ട് ആഷിക്ക്? പറയും. അതെ, ഒരു ഗെയിമിംഗ് ചെയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഓഫീസ് വർക്കിന്, അതായത് നിങ്ങൾ ഒരു ഫുൾ ടൈം ഒരു 7-8 മണിക്കൂർ നിങ്ങൾക്ക് ഓഫീസ് വർക്ക് പോലെ സ്ട്രീം ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലുക്ക് മാറ്റർ അല്ല എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ചെയറാണ് സത്യം പറഞ്ഞാൽ ഓഫീസ് ചെയർസ്. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ആവും. പലർക്കും ഈ ബാക്ക് പെയിന്, ഈ ക്രാക്ലിംഗ് ശബ്ദമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ കഴുത്തിൽ, എനിക്കിടയ്ക്ക് ഉണ്ട്, എന്നാലും അത് വരാതിരിക്കാൻ പറ്റിയൊരു ചെയറാണ് ഈ ഓഫീസ് ചെയർസ്. അത് ഈ ടൈപ്പ് ചെയർസ് അല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഇത് നോർമൽ ചെയർസാണ്. ഈ സംഭവമല്ല, നമുക്ക് ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് റെസ്റ്റ് ഉള്ള ചെയർസ് ഉണ്ട്. പൊതുവേ ഈ ചെയർസ് നമ്മൾ ഓഫീസ് ചെയർസ് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാന്നുള്ളത്, പലർക്കും ഓഫീസ് ചെയർസ് ഇതാണെന്നൊരു ധാരണയുണ്ട്. പക്ഷേ ഈ ഹെഡ് റെസ്റ്റ് ഉള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഫാബ്രിക്കേഷൻ ഉള്ള ഒരു മോഡലാണെങ്കിൽ നിങ്ങൾക്ക് 4000 രൂപ മതി നല്ലൊരു ചെയർ വാങ്ങാൻ. ദയവ് ചെയ്ത് നിങ്ങളൊരു പ്ലാസ്റ്റിക് നോർമൽ ചെയറോ ഈ ഹാർഡായിട്ടുള്ള മെറ്റീരിയലുള്ള ചെയർസോ വാങ്ങിച്ച് പൈസ കളയരുത്. എസ്പെഷ്യലി അവിടെ ഇരിക്കുന്ന 8077 ഒരിക്കലും എടുക്കരുത്. കാരണം ഭയങ്കര ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു മോഡലാണ്. ആൻറ്റി സ്പോർട്സിൻ്റെ ആണ്, കുറ്റം പറയുന്നതല്ല, ഞാനത് പറയുന്നത് സത്യം പറഞ്ഞ കുറ്റം തന്നെയാണ് പറഞ്ഞത്. കാരണം ആ പ്രോഡക്റ്റ് കൊള്ളില്ലാത്ത കാര്യം കൊള്ളില്ല എന്ന് തന്നെ പറയണമല്ലോ. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ പോസ്റ്റേഴ്സ് കറക്റ്റ് ചെയ്യുമ്പോഴേ, നമ്മൾ ടേബിളിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ഒരു ടേബിൾ സൈസ് കണ്ടോ, ഒന്ന് കൈ ഒന്ന് വെച്ചാൽ അവിടെ, ഓക്കെ, ഈ ഒരു പോസ്റ്റർ വരുമ്പോൾ ഈ ഒരു ലെവലിൽ വേണം നിങ്ങൾ കൈവയ്ക്കാൻ. ഇതിപ്പോൾ തീരെ താന്നു പോവുകയോ തീരെ പൊക്കി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഭയങ്കര പെയിൻ ആയിരിക്കും. അത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങളുടെ ബോഡി ഇഷ്യൂസ് ഒക്കെ വരാനും നിങ്ങൾക്ക് കൈയുടെ ഇവിടുത്തെ വളരെയധികം പെയിൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെയധികം നിങ്ങൾ പോസ്റ്ററിന് പ്രാധാന്യം കൊടുത്ത് വേണം ഏതൊരു PC സെറ്റപ്പ് ചെയ്യാൻ. അല്ലാതെ അതിൽ കൊടുക്കുന്ന കുറേ RGB സെറ്റപ്പും കുറേ ലിക്വിഡ് കൂളിങ്ങും ഹൈ എൻഡ് ആയിട്ടുള്ള കീബോർഡോ മൗസോ ഒന്നും എടുക്കണമെന്നില്ല. ആ പൈസ നിങ്ങൾ സേവ് ചെയ്യുക, നല്ലൊരു ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ചെയ്യുക, ഹെൽത്തി ആയിട്ട് ഗെയിം കളിക്കുക. ഇതിപ്പോൾ നമ്മുടെ 2-3 മോണിറ്റേഴ്സിൻ്റെ ഡെമോ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ അന്ന് നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ സെബ്രോണിക്സിൻ്റെ ഒരു മോണിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോണിറ്ററാണിത്. അവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് വന്ന് കാണണം, അതിൻ്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ നമ്മുടെ LGയുടെ അൾട്രാ ഗിയർ സീരീസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ മോണിറ്ററിൻ്റെ ക്വാളിറ്റി ഇത് 2K ആണ് കേട്ടോ, 2K 144 ഹെഡ്സിൻ്റെ മോണിറ്ററാണ്. അപ്പോൾ ഇതിലിപ്പോൾ പവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ടേബിൾ PC ആണ്. നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടേബിൾ PCയുടെ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ സിഗ്മ
സിഗ്മ G1. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തിയ സിഗ്മ G1 നമ്മളിതിപ്പോൾ ആറാമത്തെ മോഡൽ അല്ലേ, ആറാമത്തെ അല്ലേ ആഷിക്കുന്നത്, ആറാമത്തെ. അതായത് എറണാകുളം പോലത്തെയും നമ്മുടെ കണ്ണൂരും കോട്ടയം ഒക്കെ വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്തു. ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതും അതേപോലെ ഈ ഒരു ബിൽഡ് റെക്കമെൻഡഡ് ആയിട്ട് പലരും എടുത്തതിലും വളരെയധികം സന്തോഷം കേട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല അത് പല ആൾക്കാരും അത് ഏറ്റെടുക്കും എന്നുള്ളത്. 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് PS5 തത്തുല്യം വെക്കാൻ പറ്റുന്ന ഒരു PC സെറ്റപ്പാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിപ്പോൾ 7ാമത്തെ യൂണിറ്റ് ആണ് അല്ലേ, 7ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്മ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലും ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് എക്സ്പീരിയൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ കോഡ് സ്റ്റെല്ലർ. ഈ ഒരു കിടിലൻ ക്യാബിനറ്റ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞാൻ അന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയാനാണ്. ഇതൊരു ബിൽഡിന് വേണ്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കോഡ് സ്റ്റെല്ലർ എന്ന് പറയുന്നത് ഒരു 10-30,000 രൂപയോളം വില വരുന്ന ഒരു ക്യാബിനറ്റ് ആണ്. അതിലിതാ വെറൈറ്റി കൈൻഡ് ഓഫ് ഫാൻസാണ് യൂസ് ചെയ്യുന്നത്. ആൾസൈ എന്ന് പറയും, ഒരു എക്സ് രീതിയിലുള്ള ഒരു ഡിസൈനുള്ള ഫാൻസാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു എമണ്ടൻ ബിൽഡ് വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ മറക്കാതെ കണ്ടിരിക്കുക. പിന്നെ നമ്മുടെ കുറച്ച് ഈ PSU ലിക്വിഡ് കൂളേഴ്സ് അങ്ങനത്തെ സെഗ്മെൻ്റാണ് ആ ഏരിയയിൽ. ഇവിടെ ഫാൻസ് വരുന്നുണ്ട്, നമ്മുടെ എയർ കൂളേഴ്സ് വരുന്നുണ്ട്, G2 കീബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻ്റൊക്കെ അവിടെ ആയിരിക്കും വരിക. പിന്നെ നമ്മുടെ ബിൽഡ് തന്നെ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ സെറ്റപ്പ് കേട്ടോ. ചെറിയൊരു സ്റ്റോറാണ്, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ട എല്ലാ രീതിയിലും നമുക്ക് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബിൽഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ബിൽഡർ ഏരിയ കേട്ടോ, പുതിയ ബിൽഡർ ഏരിയ ഇവിടെയാണ്. നിങ്ങൾക്ക് ഇനി ലൈവ് ബിൽഡ് പലരും ചോദിക്കാറുണ്ട്, ബ്രോ എനിക്ക് ബിൽഡ് ഒന്ന് കാണാൻ പറ്റുമോ, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ഇനി നിങ്ങൾക്ക് ബിൽഡ് വീഡിയോസ് എടുക്കാനും ലൈവായിട്ട് ബിൽഡ് കാണാനും ഉള്ള ഓപ്ഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വീഡിയോസ് വരുമ്പോഴത്തേക്ക് എനിക്ക് താഴെ ചെന്നിട്ട് നമ്മുടെ ഒരു വർക്ക് ഏരിയയിൽ ഇരുന്ന് എനിക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുമല്ല അതിൻ്റെ വീഡിയോ എടുക്കാനും ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബിൽഡ് വീഡിയോസ് കൂടുതൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ബിൽഡ് കാണാനും നിങ്ങൾക്ക് ചെയ്യാനും വേണമെന്നുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്റ്റോറിൻ്റെ അപ്ഡേറ്റ്. പിന്നെ പുതിയതായിട്ട് കുറേ പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്. അതിലൊന്നാണ് കോർസെയറിൻ്റെ ലിക്വിഡ് കൂളേഴ്സ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന കുറേ മോഡൽസാണ് H100, H150 എന്നീ പറയുന്ന ലിക്വിഡ് കൂളേഴ്സ്. റേറ്റ് കമ്പാരിറ്റീവ്ലി എന്താ പറയുക, പണ്ടൊക്കെ നല്ല റേറ്റാണ്, കത്തി റേറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, വളരെയധികം കുറവുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പുതിയ ബിൽഡ് നമുക്ക് ഒരു പ്രോസസ്സർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സനു അത് ഏതായിരുന്നു പ്രോസസ്സർ? 7X3D, അതായത് 7950X3D വെച്ചിട്ട് ഒരു ബിൽഡ് വീഡിയോ നിങ്ങൾ ഇനി അധികം വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം. അത് ഇപ്പോൾ ലേറ്റസ്റ്റ്ലി ഇന്നലെയോ മെനഞ്ഞാന്ന് റിലീസ് ചെയ്തതാണല്ലേ, മെനഞ്ഞാന്ന് റിലീസ് ചെയ്ത സംഭവമാണ് ആ പ്രോഡക്റ്റ്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിവിടെ നമ്മൾ വെച്ചിട്ട് ബിൽഡിൻ്റെ ടെസ്റ്റ് റിസൾട്ട്സും അതെന്താണ് 7950Xഉം 7950X3Dയും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്ക് നമ്മൾ ആ ഒരു വീഡിയോ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതൊരു ടോപ്പ് ഓഫ് ദ ലൈൻ ബിൽഡായിരിക്കും കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ വ്ലോഗ് ടൈപ്പുകൾ, പുതിയ അപ്ഡേറ്റ്സുകൾ, ടെക് ന്യൂസസ്, ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് സൈനിങ് ഓഫ്.